മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ ചില്ലിക്കാശ് നൽകാതെ കോൺഗ്രസും ബി.ജെ.പിയും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരു പാർട്ടികളും നയാ പൈസ നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. 22 എം.എൽ.എമാരുള്ള കോൺഗ്രസിൽ നിന്ന് സഹായം നൽകിയത് 7 എം.എൽ.എമാർ മാത്രമാണ്. വയനാട് എം.പി ആയിരുന്ന രാഹുൽ ഗാന്ധിയും നിലവിലെ എം.പി ആയ പ്രിയങ്ക ഗാന്ധിയും പണം നൽകിയിട്ടില്ല. അതേസമയം LDF എം.പിമാരും എം.എൽ.എമാരും പണം നൽകിയെന്നും വിവരാവകാശ രേഖ പറയുന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിൽപ്പെട്ടുപോയ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ രംഗത്തിറങ്ങിയത്. അതിലേക്ക് കക്ഷി രാഷ്ട്രീയവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മറന്ന് നിരവധി മനുഷ്യർ പണം നൽകുകയുണ്ടായി, സഹായം നൽകുകയുണ്ടായി. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായ കോൺഗ്രസിന്റെ എം.എൽ.എമാരും എം.പിമാരും എന്തു ചെയ്തുവെന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് വയനാട്. നിങ്ങൾ ഓർത്തു നോക്കൂ, രാഹുൽ ഗാന്ധി എം.പി ആയിരുന്ന, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എം.പി ആയ മണ്ഡലം. ഇരുവരും എന്തു നൽകി? ആ ദുരിതാശ്വാസ നിധിയിലേക്ക് നയാ പൈസ നൽകിയിട്ടില്ല. ഈ മനുഷ്യർക്ക്, ഈ ജനപ്രതിനിധികൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ മനുഷ്യരോടുള്ളത്? നിങ്ങൾ ഓർത്തു നോക്കൂ, പണ്ട് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് നാട്ടിൽ വലിയ വരൾച്ചയുണ്ടായപ്പോൾ അതിലേക്ക് സംഭാവന നൽകിയ DYFI നേതാക്കളുടെയും CPIM-ന്റെ സർവീസ് സംഘടനകളുടെയൊക്കെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് മാത്രം മുഖം തിരിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയും BJP-യെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദുരന്തത്തിനും രാഷ്ട്രീയം കാണുന്ന ഇവരെയൊക്കെ എങ്ങനെ നമ്മൾ ജനപ്രതിനിധികൾ എന്ന് വിളിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. വിവരങ്ങളുമായി ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് കോൺഗ്രസിന്റെയും BJP-യുടെയും സഹായമെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഈ കണക്കുകൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ചേതൻ. ഈ നാട്ടിലെ മനുഷ്യർക്കൊരു ദുരന്തമുണ്ടായാൽ അതിൽ കോൺഗ്രസോ BJP-യോ സഹായത്തിനുണ്ടാകില്ല എന്ന്. ഇതിൽ കോൺഗ്രസിന്റെയും BJP-യുടെയും ജനപ്രതിനിധികൾ വളരെ കുറച്ചുപേർ മാത്രമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതെന്നാണോ രേഖകൾ പറയുന്നത്? തീർച്ചയായും മനു, വളരെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപോലെ BJP-യും കോൺഗ്രസും ഒപ്പം തന്നെ മുസ്ലിം ലീഗും പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഒരു ചില്ലിക്കാശ് പോലും ഈ 3 പാർട്ടികൾ സംഭാവന ചെയ്തിട്ടില്ല എന്നതാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. അതായത് രാഷ്ട്രീയത്തിൽ നമ്മൾ പൊതുവെ കോലീബി സഖ്യമൊക്കെ എന്ന് പറയാറുണ്ടെങ്കിലും ഈ വിഷയത്തിലും അത് തന്നെ ആവർത്തിക്കുകയാണ്. കോൺഗ്രസും ലീഗും BJP-യും ഒരു നയാ പൈസ പോലും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടില്ല എന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വയനാട്ടിലെ അന്ന് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയും നിലവിലെ MP-യുമായ പ്രിയങ്ക ഗാന്ധിയും നയാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടില്ല. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് 22 കോൺഗ്രസ് MLA-മാരാണ് ഉള്ളത്. ഈ ദുരന്തം വന്നതിന് പിന്നാലെ എല്ലാവരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഈ 22 കോൺഗ്രസ് MLA-മാരിൽ 7 MLA-മാർ മാത്രമാണ് ഇതുമായി സഹകരിച്ചത്. അതിൽ പറയേണ്ടത് VD സതീശൻ 1 ലക്ഷം രൂപയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, CR മഹേഷ്, T സിദ്ദിഖ്, TJ വിനോദ്, സജീവ് ജോസഫ്, അൻവർ സാദത്ത് എന്നീ MLA-മാരും 50,000 രൂപ വീതം നൽകുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ UDF MP-മാരുടെ നില പരിശോധിച്ചാൽ 6 UDF MP-മാരാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി സഹകരിച്ചത്, സംഭാവന ചെയ്തത്. ആന്റോ ആന്റണി, പ്രേമചന്ദ്രൻ, ജെബി മേത്തർ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ എന്നിവർ മാത്രമാണ് ഇതിനോട് സഹകരിച്ചത്. UDF കൺവീനറായ അടൂർ പ്രകാശ് പോലും ഇതിനോട് സഹകരിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ UDF-ലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവന നോക്കിയാൽ RSP 5 ലക്ഷം രൂപ നൽകിയത് ഒഴിച്ചാൽ മറ്റൊരു ഘടകകക്ഷികളും നയാ പൈസ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വെറും 10,000 രൂപ മാത്രമാണ് നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ തീർത്തും ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ നാടിനോട് നിർണായക സമയത്ത് കൂറ് കാണിക്കേണ്ട ഇവർ തീർത്തും പുറംതിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. 2 കാര്യമായി മനു ഇതിനെ കാണണം. ഒന്ന്, ഈ വിഷയങ്ങളോട്, നാടിൻ്റെ പൊതു താല്പര്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും സമീപനം. ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസത്തിൽ സഹായങ്ങൾ നൽകാതെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നടപടിയും. ഒപ്പം ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ പ്രധാനമന്ത്രി വയനാട്ടിൽ വരികയും വലിയ രീതിയിൽ നമ്മളൊക്കെ അത് വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. പിന്നീടാണ് ഇത് മനസ്സിലായത്, നയാ പൈസ പോലും ഇത്തരത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടില്ല. ചേതൻ, ഇതിൽ ഈ വാർത്ത എന്ന് പറയുന്നത് ഇതൊരു മനുഷ്യത്വമില്ലായ്മയുടെ കഥയാണ് നമ്മളോട് പറയുന്നത്. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കാണുന്നു. അവരെ സഹായിക്കാൻ
തയ്യാറാകാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം, BJP നേതൃത്വം. എന്നാൽ അതൊക്കെ പോട്ടെ, ഇനി ഇവർ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയുണ്ട് ചേതൻ? കോൺഗ്രസ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഭൂമി വാങ്ങിയെന്ന് പറയുന്നു. ഏത്? 1.5 വർഷം കഴിഞ്ഞ് ഭൂമി വാങ്ങിയിരിക്കുന്നു. ആ ഭൂമിയാണെങ്കിലോ ആനശല്യം കാരണം നാട്ടുകാർ ഓടി രക്ഷപ്പെട്ട ഭൂമിയാണ് എന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭൂമി വാങ്ങി വീണ്ടും മനുഷ്യരെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണവർ. ആ ഘട്ടത്തിലാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലി പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന കണക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. ഈ അപഹാസ്യർ മാത്രമല്ല പരിഹാസ്യരായി മാറിയിരിക്കുകയാണ്. കാരണം VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ 300 വീടുകൾ പണിത ആ ട്രോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി നിറഞ്ഞ വാർത്തയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പ്രധാനമായും കർണാടക 100 വീടുകൾ തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവർ അതൊരു ക്ലെയിം ചെയ്യുകയാണ്. കർണാടകയിലെ ജനങ്ങളുടെ നികുതി കാശ് കൊണ്ടുള്ള പണമാണത്. അതെങ്ങനെയാണ് കോൺഗ്രസിൻ്റെ മാത്രം അക്കൗണ്ടിലേക്ക് പോകുക എന്ന ചോദ്യം കൂടി പ്രസക്തമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, വയനാടിൽ തകൃതിയായി സർക്കാർ പണിയുന്ന ടൗൺഷിപ്പ് വീട് നിർമ്മാണം തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ കണ്ടിരിക്കുന്നത് അവിടെ പോയി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് വെച്ച് ഫോട്ടോഷൂട്ട് എടുക്കുക, അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് തങ്ങൾ പണിയുന്ന വീടുകളാക്കി അതിൻ്റെ സർക്കാർ പണിയുന്ന വീടിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക എന്ന കാര്യം കൂടി ഇതിൻ്റെ പിറകിലുണ്ട്. അതും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം മനു പറയേണ്ടത്, നമ്മളെ ഈ ഇല്ലായ്മയുടെ കാര്യം മനു സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ കാണേണ്ടതാണ്. കേന്ദ്ര സർക്കാരും ഇതുപോലെ തന്നെ കേരളത്തോട് ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് ഈ വിഷയത്തിലും എടുത്തു കാണിച്ചത്. ഈ വിഷയം പ്രധാനമായും രാജ്യസഭയിൽ പുറത്തു കൊണ്ടുവന്നത് ജോൺ ബ്രിട്ടാസ് MP-യാണ്. അന്ന് കേരളം ആവശ്യപ്പെട്ടത് 2221.10 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോട് സഹായധനമായി ആവശ്യപ്പെട്ടെങ്കിലും വെറും അതിൻ്റെ 11% അടുത്തോളം, അതായത് 260.56 കോടി രൂപ മാത്രമാണ് നൽകിയത്. ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിന് അന്ന് കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരമാണ് ഇത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരേ സമീപനമാണ്, ഒരേ തൂവൽ പക്ഷികളായി ആണ് അവർ ഈ വിഷയത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോലീബി സഖ്യവും ഇവിടെ കാണാം. കോൺഗ്രസും ലീഗും BJP-യും നയാ പൈസ പോലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടില്ല എന്ന കാര്യങ്ങളാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നത്. ഏതായാലും നമ്മൾ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അവർ കാണട്ടെ, അവർ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. മനു.